ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അനുദിനം നമ്മെ നയിക്കുന്ന ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പാദ്രേ പിയോ പ്രാർത്ഥനയെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്കുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അത് ദൈവത്തിൻ്റെ ഹൃദയത്തെ തുറക്കുന്ന താക്കോലാണ്. ഇന്ന് ഓസ്ട്രേലിയൻ നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള നഴ്സുമാർ തങ്ങളുടെ ജീവിതങ്ങളിലെ ദൈവാനുഭവങ്ങളെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കർമ്മ മേഖലകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പരസ്പരം അറിയാമെങ്കിലും നമുക്ക് ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജെസിമോൾ മാത്യു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 6 കുഞ്ഞുങ്ങളുമായിട്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് താമസിക്കുന്നു. നാട്ടിൽ കോട്ടയം അറുന്നൂറ്റിമംഗലം സെൻറ്റ് ജോസഫ് ജ്ഞാനായ ഇടവകാംഗമാണ്. ഞാൻ സോഫി ഷാജി, ജീവിത പങ്കാളിയും 3 കുഞ്ഞുങ്ങളുമായിട്ട് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് താമസിക്കുന്നു. നാട്ടിൽ പാലായ്ക്കടുത്ത് കൊടക്കച്ചിറ സെൻറ്റ് ജോസഫ് ഇടവകാംഗമാണ്. ജെസിമോൾ എങ്ങനെയാണ് ഈ നേഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? ശരിക്കും സേവനം ചെയ്യാനുള്ള കൊതി കൊണ്ടാണ്? നേഴ്സിംഗ് പ്രൊഫഷൻ ഓർക്കുമ്പോഴേ എന്നിലേക്ക് വരുന്ന ഒരു വചനം യേശയ്യാ 55:8-9. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതേക്കാൾ ഉന്നതമത്രേ. ആമേൻ. അപ്പം എനിക്ക് സോഫി ശരിക്കും പറഞ്ഞാൽ നേഴ്സിംഗ് ഇഷ്ടമായിട്ടോ നേഴ്സിംഗ് എന്താണെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഈ നേഴ്സിംഗ് പ്രൊഫഷനിലേക്ക് വന്നത്. അന്ന് എൻ്റെ ഉദ്ദേശം എത്രയും പെട്ടെന്ന് ഒരു ജോലി സമ്പാദിക്കുക, ബോംബെ, ഡൽഹി എവിടെയെങ്കിലും പോവുക, പിന്നെ നമ്മുടെ സ്വപ്നഭൂമിയായ സൗദി അറേബ്യയിൽ ഒന്ന് പോകണം, ഇച്ചിരി പൈസയൊക്കെ ഉണ്ടാക്കി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു. പിന്നെ ഈ വചനത്തിൽ പറയുന്ന പോലെ ദൈവത്തിൻ്റെ അനന്ത കരുണ കൊണ്ട് എനിക്ക് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഹോസ്പിറ്റലിലാണ് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചത്. പിന്നെ നേഴ്സിംഗ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആകുമ്പോഴേക്കും അവർ എല്ലാ ദിവസവും കമ്പൽസറി ആയിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും അതുപോലെ ആഴ്ചയിൽ 1 മണിക്കൂർ ആരാധനയ്ക്ക് പങ്കെടുക്കുകയൊക്കെ നിർബന്ധമായിരുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയോടൊക്കെ ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയായിരുന്നു. പിന്നെ എൻ്റെ വല്യമ്മച്ചിയുടെ പേര് മറിയാമ്മ എന്നാണ്. അപ്പോൾ അമ്മച്ചിയുടെ പേര് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എൻ്റെ പേര് മറിയം തന്നെയായിരുന്നു. അങ്ങനെ അപ്പോൾ അമ്മച്ചി എന്നോട് എപ്പോഴും പറയും, നീ മാതാവിൻ്റെ മകളാണ്, നിൻ്റെ ഏത് ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയോട് പറഞ്ഞാൽ അമ്മ ഈശോ വഴി നിനക്കെല്ലാം സാധിച്ചു തരുമെന്ന്. അങ്ങനെ എൻ്റെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടെ തന്നെ ഒരു 2 വർഷം ബോണ്ട് ചെയ്യണമായിരുന്നു. അപ്പം ഞങ്ങൾ ബോണ്ട് ചെയ്യുമ്പോൾ എനിക്ക് ലേബർ റൂമിലാണ് പോസ്റ്റ് കിട്ടിയത്. ഞങ്ങളുടെ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ ഒരു മാതാവിൻ്റെ വലിയ സ്റ്റാച്യു ഉണ്ട്. അപ്പം നമ്മൾ ലേബർ റൂമിൽ 2 ജീവനാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്കെല്ലാം സമർപ്പിച്ചിട്ടായിരുന്നു ജോലിക്ക് പോകുന്നതും ഇറങ്ങുന്നതും. സോഫി, നല്ല കാര്യം. എൻ്റെ കാര്യം മറിച്ചാണ് ജസ്മോളെ. എനിക്ക് ഇഷ്ടമായിരുന്നു കുഞ്ഞിലേ തുടങ്ങി നേഴ്സിങ്. കാരണം എൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അവിടെ രോഗി സന്ദർശനത്തിനൊക്കെ പോകുമായിരുന്നു വീക്കെൻഡിലൊക്കെ. അപ്പം ഈ വെള്ള ഉടുപ്പിട്ട് ഓടി നടക്കുന്ന നേഴ്സുമാരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ വലുതാവുമ്പോൾ എനിക്കൊരു നേഴ്സാവണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ദൈവകൃപയാൽ ആ നേഴ്സിംഗ് സ്കൂളിൽ തന്നെ എനിക്ക് പഠിക്കാൻ പറ്റി. അപ്പോൾ ജസ്മോൾ പറഞ്ഞ പോലെ ഒരു നല്ല ആത്മീയ അന്തരീക്ഷത്തിലായിരുന്നു ഞാൻ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത്. അത് ജസ്മോൾ ഇത്രയും കാലത്ത് നമ്മുടെ രോഗി ശുശ്രൂഷയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായി കാണും അല്ലേ? പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും സോഫി. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ 2 വർഷം ബോണ്ട് ചെയ്തത് ലേബർ റൂമിലാണ്. അപ്പോൾ ഒരു ദിവസം ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ് പിറ്റേ ദിവസം ഒരു ലേഡി അഡ്മിറ്റ് ആകും, ഗർഭസ്ഥ ശിശുവിന് ഒരു 5.5 മാസം പ്രായമേ ഉള്ളൂ,
കുഞ്ഞിന് 2 കിഡ്നി ഇല്ല, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അതിന് രാവിലെ തന്നെ നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് മെഡിസിൻ വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഈ ലേഡി അഡ്മിറ്റ് ആയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു കയ്യിലൊരു ജപമാല ഉണ്ടായിരുന്നു. ഇപ്പോഴും ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുവേ. അത് കഴിഞ്ഞപ്പം ഈ ലേഡിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലേഡി എന്നോട് പറഞ്ഞു, എനിക്ക് സിസ്റ്ററിനെ അറിയാമോ, ഇത് 4ാമത്തെ ഹോസ്പിറ്റലാണ്, എനിക്ക് കുഞ്ഞിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, എനിക്ക് 3 വയസ്സുള്ള ഒരു മിടുക്കനായ കുഞ്ഞിനെ ദൈവം തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈശോയിൽ ഉറച്ച് വിശ്വസിക്കുക ഈ കുഞ്ഞിനും ഒരു കുഴപ്പവും കൂടാതെ ഈശോ ഞങ്ങൾക്ക് തരുമെന്ന്. അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ വേദന ഉണ്ടാകാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൻ്റെ പുറത്തുകൂടി നടക്കാൻ വിടുവേ. അപ്പം ഞാൻ ശ്രദ്ധിച്ചു ഈ ലേഡിയുടെ അമ്മയും ഉണ്ട്, 2 പേരും കൂടി ജപമാല ചൊല്ലി ആ ലേബർ റൂമിന് ചുറ്റും നടക്കുവാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞാനും എൻ്റെ ഒരു സീനിയർ സിസ്റ്ററും കൂടി ആയിരുന്നു ഡെലിവറി കണ്ടക്ട് ചെയ്തത്. ഡെലിവറി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞപ്പം കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ കോഡ് ക്ലാമ്പ് ചെയ്യേണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനെ ഒരു ചെറിയ കിഡ്നി ഡിഷിലെടുത്ത് റീസസ് റൂമിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ പ്രവർത്തനമായി ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ജസ്മോളെ ഈ കൊച്ചിന് 2 കിഡ്നി ഇല്ലെന്നല്ലായിരുന്നോ പറഞ്ഞത്, ഇതേ നോക്കിക്കേ കുഞ്ഞ് കണ്ടോ യൂറിൻ പാസ് ചെയ്യുന്നത്. കുഞ്ഞു കൊച്ചായതുകൊണ്ട് മീൻസ് ആൺകുഞ്ഞുങ്ങളാകുന്നതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമല്ലോ. അപ്പം നമുക്കത് കാണാൻ പറ്റി. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോഡ് ക്ലാമ്പ് ചെയ്ത് കുഞ്ഞിനെ ഇൻക്യുബേറ്ററിനകത്തേക്ക് മാറ്റി. ഉടനെ തന്നെ ഡോക്ടറിനെ വിളിച്ചു, പീഡിയാട്രിഷ്യൻ വന്നു, പിന്നെ ഒത്തിരി ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തിയപ്പം ഒരു കുഴപ്പമില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹെബ്രായർ 11:1 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ആ അമ്മയുടെ വിശ്വാസം പോലെ തന്നെ യാതൊരു കുഴപ്പമില്ലാതെ ഈ കുഞ്ഞിന് അവനെ ഞങ്ങളുടെ പരിചരണത്തിൽ 3 മാസത്തോളം ഇൻക്യുബേറ്ററിൽ വെക്കുകയും പിന്നെ അത് കഴിഞ്ഞ് നമുക്കറിയാലോ ഇങ്ങനെ ഉണ്ടായ കുഞ്ഞായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം ഫോളോ അപ്പ് ഉണ്ട്. അങ്ങനെ 2 വർഷം വരെ വയസ്സ് വരെ എനിക്ക് കുഞ്ഞിനെ അറിയാം. യാതൊരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ടുള്ള ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സോഫിയ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്തിൽ ഒരുപാട് ഈ സ്കാനിങ് ഫെസിലിറ്റി ഒക്കെ വന്നപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില മാതാപിതാക്കൾ നിർബന്ധിതരാകാറുണ്ട് അല്ലേ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനും അങ്ങനെയൊക്കെ. അപ്പം ഇത് ശരിക്കും ഒരു ഭയങ്കര അത്ഭുതമാണ് അല്ലേ. ആ കൊച്ചു ഇപ്പം നല്ല മിടുക്കനായി വളരുന്നുണ്ടാകും. തീർച്ചയായിട്ടും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ഈ ശുശ്രൂഷ സമയത്ത് ദിവസേന എന്നോണം ഓരോ കാര്യങ്ങൾ നടക്കാറുണ്ട് ജസ്മോളെ. പ്രത്യേകിച്ച് ആ കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും തന്നെ പാനിക്കായിരുന്നല്ലോ. അപ്പം ഞാൻ റിക്കവറിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ കുറേ പേരെ കോവിഡ് വാർഡിലോട്ട് വിട്ടു. അപ്പോൾ ആ സമയത്ത് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എവിടെ നിന്നോ എനിക്ക് ഭയങ്കര ഒരു ശക്തിയായിരുന്നു. ഞാൻ സന്തോഷത്തോടെ പോയി അവിടെ 2-3 മാസം ജോലി ചെയ്തത് ഭയങ്കര അനുഭവമായിരുന്നു. അവരെയൊക്കെ ആ സമയത്ത് ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും ആരുമില്ലല്ലോ, കൂടെ ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. അതുപോലെ ഇപ്പോഴും ചില പേഷ്യൻസിനോടൊക്കെ ഞാനിങ്ങനെ പറയും, നീ പേടിക്കേണ്ട, അസുഖം മാറും, ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവരൊക്കെ റിയലി യു പ്രേ ഫോർ മീ. അവർക്ക് അത്ഭുതമാണ്. കാരണം അവിടെയൊക്കെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും അവരൊന്നും പള്ളിയിൽ പോകും. അപ്പം ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകും, അന്നേരം ഇങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം. അതുപോലെ ഈ പേഷ്യൻസൊക്കെ എമർജൻസി കോളൊക്കെ അടിക്കൂലേ, ആ സമയത്തൊക്കെ പണ്ടൊന്നും ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ വിചാരിക്കും ദൈവമേ മെറ്റ് ടീം ഉണ്ടല്ലോ, അവരെ എമർജൻസി ടീം ചെല്ലുമ്പോൾ അവർക്ക് നല്ലൊരു വിജ്ഞാനമൊക്കെ കൊടുക്കണം, ഈ പേഷ്യൻറ്റിന് വേണ്ടതായ ഒരു കെയർ കൊടുക്കാനുള്ളൊരു ആ എമർജൻസിയുടെ സമയത്ത് നമ്മൾ പാനിക്കാവില്ലേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക. അതുപോലെ ആംബുലൻസൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഞാൻ ആ പേഷ്യൻസിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ ദൈവിക ശുശ്രൂഷയായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ജസ്മോളെ. ദൈവത്തിന് മഹത്വം. സോഫി എങ്ങനെയാണ് ഈ നേഴ്സസ് മിനിസ്ട്രി എന്ന ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നൊന്ന് പറയാവോ? വിശുദ്ധ പൗലോസ്ലീഹ എഫെസസ്യർക്ക് എഴുതിയ ലേഖനം 2:10 പറയുന്നില്ലേ, നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പം എനിക്കിപ്പം തോന്നുന്നത് നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും ഈ മിനിസ്ട്രിയിലേക്ക് ഈ ശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വന്നത് ദൈവം പണ്ടേ തീരുമാനിച്ചതാണ്. കാരണം ഒരു 2008 ഞാൻ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ആ സമയത്ത് ഞാൻ ഓർക്കുമായിരുന്നു ഈ നഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ എന്തുമാത്രം ഒരു പേഷ്യൻറ്റിനെ സ്വാധീനിക്കുന്നു. കാരണം ഒരു പുഞ്ചിരിക്ക് പോലും രോഗികളെ ഒത്തിരി സൗഖ്യപ്പെടുത്താൻ സാധിക്കുമെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ കിടന്ന് പഠിച്ചു. 10 ദിവസം ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഒരു പനി വന്നതുകൊണ്ട് അവർക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി കിടത്തിയതായിരുന്നു. അപ്പോൾ 2 വയസ്സുള്ള ഒരു കുഞ്ഞും 1 വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ട്. വീട്ടിലെ ഹസ്ബൻഡ് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ വിചാരിച്ചു ഈ നേഴ്സുമാർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം, അവർക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ആഗ്രഹിച്ചു. പിന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ കാലമൊക്കെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അതങ്ങ് വിട്ടു. കുറേ കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ ദുബായിലുള്ളൊരു ഫ്രണ്ട് ഇതുപോലെ നേഴ്സസ് ടൈം അയച്ചു തരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൈറ്റിൽ സോങ് ഒക്കെ ഇല്ലേ, ഭയങ്കര എനിക്കിഷ്ടമുള്ളവർ ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ കേൾക്കും. അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തുമാത്രം കാര്യങ്ങൾ നേഴ്സുമാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൂട്ടായ്മയെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമായിരുന്നു. അങ്ങനെ 2016 ഒരു ധ്യാനത്തിന് പോകുമ്പോഴാണ് ഒരു കൗൺസിലർ പറയുവാണ്, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടല്ലേ, ഒരു കൂട്ടായ്മയെക്കുറിച്ചൊക്കെ മനസ്സിലുണ്ടല്ലോ, അതങ്ങ് തുടങ്ങിക്കോ എന്നൊക്കെ പറയുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു ഈ കൂട്ടായ്മയുടെ കാര്യമായിരിക്കും ഈശോ പെട്ടെന്ന് അതങ്ങ് മുളപൊട്ടി വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലൊരു ഇത് തുടങ്ങാനൊക്കെ ഒരു ദാഹം വരുവാണ്. അതിൽ നിന്നൊന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ജെസ്മോളെ, നമ്മുടെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം തോന്നിയാൽ പോലും അത് ഈശോ ആഗ്രഹിക്കുന്നതാണെങ്കിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പം ഞാൻ കുറേ കൂട്ടുകാരോട് പറഞ്ഞു, ഓക്കെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ഞങ്ങൾ മാസത്തിൽ ഒന്നൊക്കെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് ഇവിടെ 2017 എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ടീമിൽ നിന്ന് 2-3 പേര് ഒരു സിഡ്നി തന്നെ ഒരു ദൂര സ്ഥലത്താണ്, ഞങ്ങളുടെ ഇടവകയിലല്ല, ഇങ്ങനെ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഞങ്ങൾ 5-6 പേര് കൂടി അവിടെ ഇത് കേൾക്കാൻ വേണ്ടി പോയി. അന്നേരം ഒരു അരമണിക്കൂർ നേരത്തെ ഒരു സെക്ഷനായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ മിനിസ്ട്രിയെക്കുറിച്ചും ഇത് ഇൻ്റർനാഷണലി ഉണ്ടെന്നും നമ്മുടെ മിഷൻ വിഷൻ കാര്യങ്ങളൊക്കെ എനിക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ ഇത് നല്ലതാണ് എന്ന് തോന്നി അച്ഛനോട് വന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ പള്ളിയിൽ ഒരു കൂട്ടായ്മയായിട്ട് ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2018 നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2019 എൻ്റെ കോവിഡിനൊക്കെ തൊട്ട് മുമ്പായിട്ടാണ് എന്നോടിങ്ങനെ എന്നോട് ആവശ്യപ്പെടുന്നത് നാഷണൽ കോർഡിനേറ്റർ എന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നി എനിക്കിത് പറ്റത്തില്ല, ഞാൻ നോയൊക്കെ പറഞ്ഞു കുറേ പ്രാവശ്യം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലോട്ട് 2 കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, ഈ 2008 ഞാൻ പറഞ്ഞല്ലോ, ഈ കൂട്ടായ്മയെക്കുറിച്ച് ആഗ്രഹിക്കുകയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണമെന്ന് തോന്നിയ ആ കാര്യവും. മറ്റൊരു കാര്യം, ശരിക്കും എനിക്ക് ഈ നേഴ്സിംഗൊക്കെ കഴിഞ്ഞ സമയത്ത് കല്യാണത്തിന് മുമ്പ് ഒരു സ്കിൻ കണ്ടീഷൻ ഉണ്ടായിരുന്നു, വിറ്റിലിഗോ, ശരിക്കും മലയാളത്തിൽ പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. അത് മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് എന്നോട് അയ്യോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നി ഇത് നന്മയ്ക്കാണ്. അത് ശരിക്കും നന്മയ്ക്കായിരുന്നു. ഒരു നല്ല ജീവിത പങ്കാളിയെ, ഒരു നല്ല കുടുംബമൊക്കെ കിട്ടാനൊക്കെ അത് ഉപകരിച്ചു എന്ന് ഞാനിപ്പം വിശ്വസിക്കുവാണ്. അപ്പം ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ നീ തരുന്നതെല്ലാം നന്മയ്ക്കാണ്, പക്ഷേ എൻ്റെ മുഖത്ത് വികൃതമാക്കരുത്. കാരണം എനിക്ക് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ഇങ്ങനെ പറയുവാണ്. അപ്പോൾ ഈശോ പറയുന്നതായിട്ട് എനിക്ക് തോന്നുവാണ്, ഇല്ല നീ ഈ മുഖത്തൊന്നും വരത്തില്ല, നിന്നെ ഞാൻ മറ്റുള്ളവരുടെ ഒത്തിരി പേരുടെ മുമ്പിൽ നിർത്തും, നീ എനിക്ക് സാക്ഷിയാകും എന്നൊക്കെ ഉള്ളൊരു ഇത് എൻ്റെ മനസ്സിൽ തോന്നുവാണ്. അതും കൂടെ എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് ഏറ്റെടുത്തു. ഒന്നും അറിയത്തില്ലാതെയാണ് ഞാൻ ഏറ്റെടുത്തത്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് വളർത്തി നടത്തി അങ്ങനെ എല്ലാ മഹത്വവും ദൈവത്തിന്. ഇപ്പം 34 യൂണിറ്റ് നമുക്ക് ഓസ്ട്രേലിയയിൽ ആരംഭിക്കാൻ സാധിച്ചു. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ തുടങ്ങാനുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം അല്ലേ. എൻ്റെ ജീവിതത്തിൽ വലിയൊരു എൻകൗണ്ടർ ഈശോയുമായിട്ട് എനിക്കത് അനുഭവപ്പെടുവാനിടയായി. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ലേബർ റൂമിൽ ജോലി ചെയ്ത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് ഡൽഹിയിൽ പോകാൻ ദൈവം അനുവദിച്ചു. അവിടെ ഒരു നല്ല ഹോസ്പിറ്റലിൽ ഏകദേശം 2 വർഷത്തോളം ജോലി ചെയ്ത്. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് പറഞ്ഞ് പോട്ട എന്ന് പറയുന്നത്, പോട്ടാശ്രമം കേട്ടിട്ടില്ല, അവിടെ ഒന്ന് പോകണം, ദൈവത്തിൻ്റെ ഒത്തിരി അത്ഭുതം നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു ചെറിയ ആഗ്രഹം. അങ്ങനെ 2000 ഞാൻ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നമുക്കൊന്ന് പോട്ടയിൽ പോയാലോ എന്ന്. അപ്പം മമ്മിക്കും അതൊരാഗ്രഹം. അങ്ങനെ ഞങ്ങൾ പോട്ട ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചനായിരുന്നു അന്ന് 7 ദിവസം ധ്യാനം കണ്ടക്ട് ചെയ്തത്. അരളിക്കയിൽ വലിയ അപ്പത്തിൽ ഈശോനെ എഴുന്നള്ളിച്ച് വെക്കൂല. അങ്ങനെ 3 മണി തൊട്ട് 4 മണി വരെയും 1 മണിക്കൂർ ആരാധനയാണ്. അങ്ങനെ ആരാധനയുടെ ഇടയ്ക്ക് അച്ഛനിലൂടെ പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ശരീരത്തേക്ക് പൂത്ത് കയറുന്നത് പോലെയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഇങ്ങനെ ഭാഷാവരത്തിൽ സംസാരിക്കുന്നവരെ, സ്തുതിക്കാൻ കൃപ കിട്ടിയവരെ, അങ്ങനെയുള്ളവരൊക്കെ എഴുന്നേറ്റ്
നിൽക്കാൻ പറയുന്നത്. അപ്പോൾ ആ പ്രായത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല, ഒത്തിരി പേര് എഴുന്നേൽക്കിട്ട് നിൽക്കുന്നു, വീഴുന്നു, അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത പോലെ തോന്നുവാണേ. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറയുക, ഈശോയെ ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, എനിക്ക് ഈശോയെ വിശ്വാസമാണ്, പക്ഷേ ഇതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലും എനിക്കതൊരു അനുഭവമാകണം. ഞാനൊരു വാശി പിടിച്ചു ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, എനിക്കെല്ലാം നീ തന്നു, ഈ 7 ദിവസം ഞാൻ നിനക്ക് വേണ്ടി വന്നേക്കുവാണ്, എനിക്ക് ഈശോയുടെ ഒരു അനുഭവമായി മാറണം, എന്നാലേ ഞാനിതൊക്കെ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം, 3 ദിവസം കഴിഞ്ഞു, ഒന്നും എനിക്ക് അനുഭവമില്ല. അപ്പം 4-ാം ദിവസമായപ്പോൾ എനിക്കൊരു ചെറിയ നിരാശയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പം അച്ഛൻ പറയുവാണ്, യുവാക്കൾ ആയിട്ടുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ. അപ്പം ഞങ്ങൾ കുറേ പേര് എഴുന്നേറ്റ് നിന്നപ്പം പറഞ്ഞ് നിങ്ങൾക്കുള്ള അടുത്ത സെഷൻ ഈ ഹോളിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോളിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു സിസ്റ്ററാണ് അവിടുത്തെ ആരാധന ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സിസ്റ്റർ പറയുവാണ്, ഒരു കുഞ്ഞരളിക്കായിൽ ഈശോനെ എഴുന്നള്ളിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈശോ ആ സിസ്റ്ററിലൂടെ പറയുക, നിങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ, നമ്മുടെ സ്വന്തം അപ്പനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഈശോയോട് പറയാം, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേൾക്കാനായിട്ട് ഈശോ ഇങ്ങനെ സ്നേഹത്തോടെ കാതോർത്ത് നിൽക്കുക എന്നൊക്കെ പറയും. അപ്പം എനിക്ക് ഭയങ്കര നിരാശയെ ഞാൻ ഓർക്കും, എൻ്റെ മനസ്സിൽ ആ വലിയ അപ്പം അല്ലല്ലോ ഈശോയെ, വെറുതെ എന്തിനാ നീ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു 15 മിനിറ്റ് അവൾ അങ്ങനെ പോയേ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞപ്പത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ ആ തിളക്കമാർന്ന ആ തേജസ്സുറ്റ മുഖം എന്നെ കാണിച്ചു തരുമോ ഈശോ. അത് സോഫി എങ്ങനെയാണ് ഞാനത് വിവരിക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ കണ്ണെല്ലാം വലിച്ചു തുറക്കുന്നു, അടയ്ക്കുന്നു, കണ്ണൊക്കെ തിരുകുന്നു, അടുത്തുള്ള ആൾക്കാരെ എല്ലാം നോക്കുവാണേ. എന്നിട്ട് വീണ്ടും നോക്കുമ്പോഴേക്കും ഈ തേജസ്സുറ്റ ഈശോയുടെ മുഖമാണ് എന്നെ മുഴുവൻ കാണിച്ചു തരുമോ. പിന്നെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഈശോയുടെ മുഖം മാത്രം. അപ്പോഴേക്കും നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. ആ ഒരു തിരുവചനമാണ്. അപ്പം നമ്മൾ ആ പിന്നെ ഒരു ആനന്ദ നിർവൃതിയിൽ അങ്ങ് ആവുക. പിന്നെ നമ്മൾ അങ്ങ് ഈശോയിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഭയങ്കര ആനന്ദവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു നിമിഷങ്ങളായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് ആ 1 മണിക്കൂർ കഴിഞ്ഞ് ഓടി എൻ്റെ മമ്മിയുടെ അടുത്ത് ചെന്ന്, അപ്പോൾ നമ്മൾ ആ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെട്ട ആൾക്കാരോടും എല്ലാം ഞാൻ പറയുക, മമ്മി ഞാൻ ദിവ്യകാരുണ്യത്തിൽ എൻ്റെ ഈശോയിനെ ഞാൻ കണ്ടു. എന്നിട്ട് എൻ്റെ മമ്മി പറയുവാണ്, എൻ്റെ മാനെ എനിക്ക് മാത്രം ഒന്നും കാണാൻ പറ്റിയില്ലല്ലോടി, എനിക്കും ഒരു അനുഭവം കിട്ടുമായിരുന്നെങ്കിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മി വിഷമിക്കണ്ട മമ്മി, നമ്മുടെ ഈശോയോട് പറഞ്ഞാൽ മതി, ഈശോ എന്തെങ്കിലും അനുഭവം മമ്മിക്കും തരും. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ആരാധനയിൽ ഇരിക്കുമ്പം മമ്മിയുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു വലിയൊരു അത്ഭുതം, ഒരു ആനന്ദം നിറഞ്ഞ് അങ്ങനെ ഒരു അനുഭവം മമ്മിക്കും കിട്ടി. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആ ദിവസം ഞങ്ങൾ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ഒരു ആനന്ദത്തിൽ പിന്നെ നടന്ന ശുശ്രൂഷകൾ ദൈവവചനം എല്ലാം കേട്ട് ഞങ്ങൾ നന്നായിട്ട് ആ ധ്യാനം കൂടി ഞങ്ങൾ വീട്ടിൽ ചെല്ലുക. അന്നത്തെ കാലഘട്ടത്തിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർ ഒത്തിരി പേര് കവലയിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അവർ ഓടി വന്നിട്ട് പറയുക, കൊച്ചിനൊരു ടെലഗ്രാം ഉണ്ടായിരുന്നു, പോസ്റ്റ്മാൻ പറഞ്ഞ് സൗദിക്ക് എല്ലാം റെഡിയായിട്ടിരിക്കുക പോകണമെന്ന് പറഞ്ഞ്. അപ്പം പിറ്റേ ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ ഉടനെ ഒന്ന് ഡൽഹിക്ക് പോയായിരുന്നു. അന്നൊക്കെ ALMൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. അപ്പോൾ സൗദി അറേബ്യയുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ എനിക്ക് നല്ലൊരു സെലക്ഷൻ കിട്ടിയതാണ്. പക്ഷേ എനിക്കൊന്നും 4 വർഷമായിട്ടൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഒന്ന് ഓർക്കണം സോഫി, ഞാൻ ഈശോയോട് ഇത് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ, ഈശോയുടെ ഒരു അനുഭവത്തിൽ നിറഞ്ഞു പോകുന്നു. എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു ബൈബിൾ സ്വന്തമായിട്ട് കിട്ടി. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിച്ചത് ഫിലിപ്പിയർ 4:19, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആ ഒരു വചനം അന്വർത്ഥമാകുമായിരുന്നു. വിതിൻ 10 ഡേയ്സിനുള്ളിൽ ഞാൻ സൗദി അറേബ്യയിലെത്തി. അവിടെ പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഒരുപാട് ആൾക്കാരിലൂടെ ഈശോയിനെ പകർന്നു കൊടുക്കുവാനും ഞങ്ങളൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, ആ ഒരു രാജ്യത്ത് തന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ്, എല്ലാ ദിവസവും പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്കെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലൂടെ 2 വർഷം അവിടെ ജോലി ചെയ്യാൻ ദൈവം അനുവദിച്ചു. അത് കഴിഞ്ഞ് 10 വർഷം UK-യിൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് പോയി. അങ്ങനെ ദൈവത്തിൻ്റെ കൊച്ചു കൈയും കാലും കണ്ണും ഒക്കെ ആകാനായിട്ട് ഈശോ നമ്മളെ ഒരു ഉപകരണമാക്കി എടുക്കുന്നു. അതൊരു വലിയ ദൈവാനുഗ്രഹം, ദൈവാനുഭവമാണ് അല്ലേ. ഒത്തിരി പേര് ആഗ്രഹിക്കുന്നതുമാണ് ഈശോനെ കാണാനായിട്ട്. നമ്മുടെ ദിവ്യകാരുണ്യത്തിലിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. എന്തുമാത്രം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് നമ്മൾ സഭ തന്നെ അംഗീകരിച്ചേക്കുന്നത് അല്ലേ. എങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയും കുടുംബജീവിതവും ഈ ഫുൾ ടൈം വർക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒന്നിച്ചു പോകാൻ സാധിക്കുന്നതെന്നൊന്നും? എൻ്റെ ജെസ്സിമോളെ, ആ കാര്യം ഞാൻ തന്നെ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുണ്ട്. പലരും എന്നോട് ചോദിക്കാറുമുണ്ട്. ഒറ്റ ഉത്തരേ ഉള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 പറയുന്ന പോലെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കാരണം ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമോ.
പക്ഷേ സ്വർഗം ഇറങ്ങി വന്ന് എന്നെ ജോലികളിലൊക്കെ സഹായിക്കുന്നു എന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. കാരണം ഒരു നമ്മുടെ വീട്ടു ജോലിയിലും നമുക്കറിയാലോ, അവിടെ സെർവൻസ് ഒന്നുമില്ല നമുക്ക്. അപ്പം പിള്ളേരെ സ്കൂളിൽ വിടണം, പിക്ക് ചെയ്യണം, ഡ്രോപ്പ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളാണ്, നമ്മൾ തിരക്കിലാണ്. അതുപോലെ തന്നെ പള്ളിയിൽ കാറ്റഗിസം പഠിപ്പിക്കൽ, അങ്ങനെ അവിടെയും സജീവമാണ്. സോഷ്യൽ ലൈഫാണെങ്കിലും ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെയും ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈശോ ഒരുപാട് ഒരു കൃപ തന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഷോപ്പിങ്ങിന് പോയാലാണെങ്കിലും, കാരണം ഈ ഇടയ്ക്ക് നമ്മളോടൊരു അച്ഛൻ പറഞ്ഞില്ലേ, മർത്തയുടെയും മറിയത്തിൻ്റെയും ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടവരാന്ന്. അത് ശരിക്കും വിശുദ്ധ കൊച്ചുത്രേസ്യ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളൊരു വിശുദ്ധ. എൻ്റെ പേര് കൊച്ചുത്രേസ്യ എന്നാണ്. അപ്പം ഞാൻ ഓർക്കും എന്തുമാത്രം ദാഹമായിരുന്നു കൊച്ചുത്രേസ്യയ്ക്ക് ആത്മാക്കളെക്കുറിച്ച്. ആ ചെറിയ പ്രായത്തിനിടയ്ക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി ആത്മാക്കളെ ഈശോയ്ക്ക് കൊടുത്തല്ലേ. അതുപോലെ തന്നെ ആ കുടുംബം മുഴുവൻ തന്നെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയരാൻ അത് സഹായിച്ചു. മദർ തെരേസ ഒരുപാട് ഓടി നടന്ന് ഒരുപാട് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ ഇവരുടെ എല്ലാം ജോലി നമ്മൾ ഒരുമിച്ച് ചെയ്യുവാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടൊക്കെയാണല്ലോ തുടങ്ങുന്നത്. പിന്നെ സാധിക്കുന്നിടത്തോളം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ടാണ് എല്ലാ ദിവസവും തന്നെ അതിന് ശ്രമിക്കാറുണ്ട്. കുഞ്ഞുങ്ങളും പറ്റുന്ന പോലെയൊക്കെ എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വന്നിട്ടൊക്കെ വൈകിട്ട് കുർബാനകളിലൊക്കെ പങ്കുകൊള്ളാറുണ്ട്. ഞങ്ങളുടെ തേർഡ് സാറ്റർഡേ ആണ് ഞങ്ങളുടെ യൂണിറ്റ് ഈ നേഴ്സസ് മിനിസ്ട്രിയുടെ ഗ്യാതറിങ് നടക്കുന്നത്. അത് ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് പോകുന്നതൊക്കെ. അങ്ങനെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ചെയ്യുന്നത് കണ്ട് പിള്ളേർ പഠിക്കുന്നു. കുഞ്ഞുങ്ങൾ ഓൾട്ടർ സെർവ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഒത്തിരി ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ ഓൾട്ടർ സെർവ് ചെയ്യാൻ. അന്നൊന്നും നമ്മളെ ഗേൾസിനെ ഓൾട്ടർ സെർവിന് അനുവദനീയമല്ലായിരുന്നു. അപ്പോൾ അവർ അവിടെ നിൽക്കണ കാണുമ്പോഴൊക്കെ ഈശോയ്ക്ക് നന്ദി പറയുന്നു. അങ്ങനെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശോ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മിനിസ്ട്രിയുടെ ഈ ഉത്തരവാദിത്തം ഏൽക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സമയം എനിക്കിപ്പോൾ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ജസ്മോളെ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ജസ്മോൾ ഈ 6 കുഞ്ഞുങ്ങളെയും വെച്ചും കൊണ്ട് എങ്ങനെയാണ് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. പ്രത്യേകിച്ചും 2 വയസ്സ് തുടങ്ങി 20 വയസ്സ് വരെയുള്ള പ്രായത്തിനിടയ്ക്കുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ നോക്കാൻ പറ്റിയ ഒരു ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദൈവം തമ്പുരാൻ വഴി നടത്തുന്നു, അത് മാത്രമേ പറയാനുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ അനന്ത കൃപ കൊണ്ട് ഈ ഓരോ പ്രഗ്നൻസിയിലും കുടുംബമായിട്ട് ഓരോ ധ്യാനങ്ങൾക്ക് പങ്കെടുക്കാനും ഒക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയോട് ചേർന്നൊരു ജീവിതം നയിക്കുക, ഇതൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പം തൊട്ട് എൻ്റെ ജീവിത പങ്കാളി മക്കളോട് പറയും, അമ്മ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് നിങ്ങൾ കഴിക്കണം. നിങ്ങൾക്ക് ഹോട്ടലിൽ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്യാം, പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടെങ്കിൽ അവിടെ മാറ്റി വെക്കണം, നമുക്ക് കളയാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നമുക്ക് ടീനേജ് ഒക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് ഒത്തിരി നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. മാതാപിതാക്കൾക്ക് മക്കളിന്മേൽ ഒരു വലിയൊരു അധികാരം ഈശോ തന്നിട്ടുണ്ട്. നമ്മൾ മലാക്കി 2:15, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്, ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ സന്തോഷമായിട്ട് അനുഗ്രഹമായിട്ട് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ മാതാപിതാക്കൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ സങ്കല്പത്തിൽ കാണണം. എന്നിട്ട് നമുക്ക് വിമല ഹൃദയത്തിലേക്ക് ഈ ലോകം മുഴുവനെയും എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ തിരുവചനത്തിലൂടെയല്ല ഈശോ നമ്മളോട് എന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് തിരുവചനം വായിക്കുന്നു. അതുപോലെ നമ്മൾ ജപമാല പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ച് ജപമാല ചൊല്ലി നമ്മൾ എല്ലാ ദിവസവും അത് രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ എന്നിട്ട് ആ ബലി വസ്തുവായിട്ട് നമ്മൾ ഈശോയ്ക്ക് കാഴ്ചവെക്കുക നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയൊക്കെ. അപ്പം നമ്മൾ സ്വീകരിക്കുന്ന ആ വിശുദ്ധ കുർബാന ഈ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളും കൂടിയാണ് നമുക്ക് വേണ്ടി സ്വീകരിക്കുന്നത്. അത് കാണണം. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഓരോ കുടുംബത്തെ പറ്റിയും ഈശോയ്ക്ക് ഓരോ പ്ലാനുണ്ട്. ഇന്ന ഈ ദിവസം നടത്താൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ
അപ്പം നമ്മൾ ചേർന്ന് നിൽക്കുന്ന മിനിസ്ട്രിയുടെ മേഖലയിലൊക്കെ നമ്മുടെ കുറവുകളിലാണല്ലോ ഈശോയുടെ ശക്തി പ്രകടമാകുന്നത്. അപ്പം അവിടെയൊക്കെ തികത്താനായിട്ട് പരിശുദ്ധാത്മ അഭിഷേകമായിട്ട് ഈ കുഞ്ഞുങ്ങളിലൊക്കെ പ്രവർത്തിക്കും. അപ്പം നമ്മൾ ആ ഒരു എഫാത്ത എന്ന വചനത്തിന്റെ തുറവി അങ്ങോട്ട് ചോദിക്കണം കുഞ്ഞുങ്ങളോട്, എടാ കൂട്ട ഇന്ന് എനിക്ക് ഇന്നത് ചെയ്യാനുണ്ട്, അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ. പെട്ടെന്ന് അവർക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തു തരും. അതൊക്കെ ഒരു പരിശുദ്ധാത്മ അഭിഷേകമാണ് നമ്മൾ ഡെയിലി ജീവിതത്തിൽ കാണുന്നത്. പിന്നെ ഈ കുഞ്ഞ് 2 വയസ്സുകാരൻ 20 വയസ്സുകാരനെ നോക്കിയാൽ ഈ വലിയ കുടുംബങ്ങൾ എന്ന് പറയുന്നത് സോഫി ഈ കാലഘട്ടത്തിന്റെ ഒരു അനുഗ്രഹം. അതെ, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ദാനം ആരാ വേണ്ടെന്ന് വെക്കുന്നത്? അത് കുഞ്ഞുങ്ങളെ നമ്മൾ തരുമ്പോൾ നമ്മൾ വേണ്ടപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടണമെന്നില്ല. നമുക്ക് ഈശോ തരുന്ന സമയത്ത് തുറവിയോടെ നമ്മൾ ആ ഈശോയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയാവുകയാണ്. അപ്പം നമ്മൾ ആ ഈശോയിനെ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു കഴിയുമ്പോൾ എൻ്റെ വല്യമ്മച്ചി എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു, വാകീറിയ ദൈവം ഇര തരാതിരിക്കുമോന്ന്. അപ്പം അതിൻ്റെ മീനിങ് എന്നാ, തമ്പുരാൻ വാകീറി സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഈശോ നോക്കിക്കോളും നമ്മുടെ കുടുംബങ്ങളെ. അതിന് നമ്മൾ നിന്നു കൊടുക്കുക. ഈ ഒരു കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ഒരു കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെ വയറ്റിനകത്തേക്ക് ഈശോ വച്ച് തരുമ്പോൾ അവളെ അല്ലെങ്കിൽ അവനെ വളർത്താനുള്ള എല്ലാ പരിപാടികളും ചെയ്തിട്ടാണ് ഈശോ കുഞ്ഞിനെ തരുന്നത്. ഈശോയുടെ ചങ്കിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഈശോ നമുക്ക് തരുന്നത്. അതെ അതെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു കൊച്ചിനെ പോലും നോക്കാനായിട്ട്, പ്രത്യേകിച്ച് ഭക്ഷണകാര്യം ജസ്മോള് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു വലിയ ടിപ്സ് ആണ് അല്ലേ. അതുപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട് സോഫി, എൻ്റെ അമ്മച്ചി എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത്, അന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും ഞാൻ സോഫിയോട് ഇന്ന് പറയുക, അമ്മച്ചി പറയും, മനെ ജീവിതത്തിൽ നിന്നെ സ്നേഹിക്കുന്ന മകനെയോ അല്ലെങ്കിൽ നിനക്ക് സ്വത്തോ മുതലോ സൗന്ദര്യമോ നീ ആഗ്രഹിക്കരുത്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനെ ജീവിതത്തിലേക്ക് കിട്ടണമെന്ന്. അന്ന് ഞാൻ ചെയ്തില്ലെങ്കിലും ഞാൻ ഇപ്പോഴും അതേപ്പറ്റിയൊക്കെ ചിന്തിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ലോകം മുഴുവനുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ചേർത്ത് വെക്കും. എന്നിട്ട് ഞാൻ പറയും, ഈശോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഈശോയെ അറിയുന്ന സ്നേഹിക്കുന്ന മകനെ അല്ലെ മകളെ, ആ കുടുംബത്തെ ഈശോയെ ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് വരണേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൂട്ടായ്മയിലല്ലേ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം പരിശുദ്ധ അമ്മ എന്നെ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവുകളെല്ലാം ഈശോയോട് പറഞ്ഞ് പരിഹരിക്കുക. ഓരോ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് അവരുടെ ടേസ്റ്റുകളൊന്നും അറിയത്തില്ല. ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി പെട്ടെന്ന് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചിട്ട് പറയണം, അമ്മയുടെ കൈ വിട്ടു തന്നേക്കുവാണ്, അമ്മ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പം വേണ്ട പെട്ടെന്ന് ഭക്ഷണമൊക്കെ റെഡിയായി നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റും. എല്ലാ ഈശോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശരിക്കും മാതാപിതാക്കളുടെ വലിയൊരു വേദനയാണ് കുഞ്ഞുങ്ങളുടെ ഭാവി എന്താവും. അവരെ ഓർത്താണ് ഏറ്റവും കൂടുതൽ സങ്കടം അല്ലേ. തീർച്ചയായിട്ടും. അതൊന്നും നമുക്ക് ഈശോ കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടോ? ഈശോയ്ക്ക് നമ്മൾ ചെയ്യാണ്, മാതാപിതാക്കൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അത് ചെയ്യുക, ഈശോവിനെ ഏൽപ്പിക്കുക, ഈശോ ബാക്കി എല്ലാം നടത്തി തന്നോളൂ. ഇത്രയും കാലം നമ്മെ വഴി നടത്തിയ കാരുണ്യവാനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോനാഥ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബജീവിതത്തെ, ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകളെ എല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നഴ്സുമാരെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ നാം ഓരോരുത്തരും ഒരു മിഷണറിയാണ്. നമ്മിലൂടെയാണ് ഈശോ ഇന്നും പ്രവർത്തിക്കുന്നത്. ഈ ഒരു ബോധ്യത്തിൽ വളരുവാൻ ഈശോ നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ
തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.